വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു റവ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ വറുത്ത റവയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ കപ്പിൽ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ റവയൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സവോളയും 2 പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പും നിലക്കടലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും ചെറിയ ഒരു കപ്പിൽ 3/4 കപ്പ് വീതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവോളയൊക്കെ ഒന്ന് പൊളിച്ച് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് കൊണ്ടുവരണം. അതുപോലെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചുരണ്ടിയെടുത്ത് നമുക്ക് ആ പച്ചമുളകിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുത്ത് ഇതുപോലെ അങ്ങ് പൊടിയായിട്ട് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിൽ തന്നെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുവാണേ. അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബൗളിൽ തേങ്ങായും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. റവ, സവോള, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, നിലക്കടല, കടലപ്പരിപ്പ്, വെള്ളം, വെളിച്ചെണ്ണ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. തീയൊക്കെ ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതൊരു 3/4 മൂപ്പായി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് നിലക്കടല കൂടി ഇട്ട് കൊടുക്കാം. നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഇതുപോലാണോ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് 3/4 മൂപ്പാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മാക്കി വയ്ക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാനങ്ങ് ഓഫാക്കിയിട്ടാണ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് കയ്യിലേക്ക് തെറിച്ചിട്ട് നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഓഫാക്കിയത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതായിക്കോളും. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. റവ അതിൻ്റെ മുങ്ങിക്കിടക്കണം, അതുപോലെ ഇളക്കണേ. വെള്ളം വേണം, അല്ലെങ്കിൽ ഇത് റവ വേഗത്തില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ചട്ടിയുടെ അടി താഴ്ത്തി വേണം ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. എല്ലാം വെന്ത് വരട്ടെ. റവയെല്ലാം ഒന്ന് വെന്ത് വരുമ്പോൾ മൂടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇനി ഒന്ന് ഇളക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇവിടെ കുഴഞ്ഞൊന്നും പോകരുത്. വെള്ളം പാകത്തിനായിരിക്കണം. വെള്ളം ഇതുപോലെ ഞാനങ്ങ് ഇളക്കി കൊടുത്തിട്ട് കട്ടയൊന്നും കെട്ടാതെ എടുക്കണം. ഞാനിനി ഒരു ബൗളിലേക്ക് ആ ഉപ്പുമാവൊന്ന് കോരിയിട്ട് വയ്ക്കുവാണേ. നമ്മുടെ ഉപ്പുമാവ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ക്യാരറ്റോ ബീൻസോ ഒക്കെ ഇടുവാണെങ്കിൽ ഇത്തിരിയും കൂടെ നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ ഇടുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതിട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉപ്പുമാവൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.